ഹലോ. അപ്പോൾ നമ്മുടെ എക്സാം വരെയാണ്. ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നത്. ആദ്യത്തെ 1-2 ചാപ്റ്ററിൽ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു തരാം. ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ശരി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ, ചെറിയ ചാപ്റ്ററാണ്, അതിനകത്തുനിന്ന് പൊതുവേ നമുക്ക് ചോദിക്കുന്നത് സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും പിന്നെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ഒക്കെയാണ് ചോദിക്കുക. സാധാരണ ഇതിൽ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ആണ് ചോദിക്കുക. ഇപ്രാവശ്യം അതില്ല, സ്കോപ്പ് ഓഫ് ഫിസിക്സ് ആണ്, തിയറിയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് അത് ഒരുപാട് പഠിക്കാനില്ലയോ, നമ്മളൊന്നും പഠിച്ചിട്ടില്ലോ എന്നൊന്നും കരുതി ആരും വിഷമിക്കേണ്ട. നിങ്ങളൊന്നും പഠിക്കേണ്ട, അറിയാവുന്ന അറിവ് വെച്ചുകൊണ്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് എഴുതിയെടുക്കാം, നോക്കാം. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഫോർമുല കുഞ്ഞുങ്ങളെ ഡയമെൻഷണൽ ഫോർമുലയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡയമെൻഷൻ എല്ലാണ്. ലെങ്തിന്റെ ആദ്യത്തെ അക്ഷരമായ എല്ലാണ് ലെങ്തിന്റെ ഡയമെൻഷൻ. ഡയമെൻഷൻ എഴുതുമ്പോൾ ഓർക്ക് ഒരു കോൾ അടിച്ചു കൊടുക്കുക, ഒരു ബ്രാക്കറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ദെൻ മാസ് എന്ന് പറയുന്ന ആളിന് നമ്മൾ മാസ്ഡ ക്യാപിറ്റൽ ലെറ്റർ എം, മാസ്ഡ ക്യാപിറ്റൽ ലെറ്റർ എം. പിന്നെ വരുന്നത് എന്താണ്? ടൈമാണ്. ടൈമിന് ക്യാപിറ്റൽ ലെറ്റർ ടി. ഈ 3 കാര്യം പഠിച്ചാൽ മതി. ആക്ച്വലി നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് 7 എണ്ണം ഉണ്ട്. ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്. ഇതിന് പുറമെ ലൂമിനസ് ഇന്റൻസിറ്റി, ഗാലൻലി ഉണ്ട്, ടെമ്പറേച്ചർ അളക്കാൻ കെൽവിൻ ഉണ്ട്, അങ്ങനെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ ഉണ്ട്, ഇലക്ട്രിക്കൽ കറണ്ടിന് ആംബിയർ ഉണ്ട്, പിന്നെ വേറെ ഏതായുള്ള അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ 7 എണ്ണം ഉണ്ട്. 7 പേർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷെ തൽക്കാലം നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഡയമെൻഷൻസിനെ കുറിച്ചിട്ടാണ്. സോ മെക്കാനിക്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡയമെൻഷൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ലെങ്ത്, മാസ്, ടൈം മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. നോക്കി, കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ആണ് ആവശ്യം എങ്കിൽ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ദൂരമാണെന്ത്? നീളമാണെന്ത്? ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ഒരു ലെങ്ത് ആണ്. ലെങ്തിന്റെ ഡയമെൻഷൻ എന്താണ്? എല്ലാണ്. കഴിഞ്ഞു. നിങ്ങൾക്ക് സ്പീഡിന്റെ ഡയമെൻഷൻ വേണമെന്നിരിക്കട്ടെ. സ്പീഡ് എന്താ? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. സോ എൽ ബൈ ടി. താഴെയുള്ള ടിയെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷന്റെ മേലെ കൊണ്ടുപോകാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ഒരു കാര്യത്തെ മേലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്താൽ മതി? പവർ ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? എൽ താഴെ ടി. ടീയുടെ മണ്ടയ്ക്കൊന്നും ഇല്ല എങ്കിൽ T⁻1 എന്നാണ് അർത്ഥം. അത് മേലെ പോകുമ്പോൾ എന്താണ്? T⁻−1. കഴിഞ്ഞു. സ്പീഡ് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ചോദിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എന്ന് പറയാറുണ്ട് ചിലര്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി. അതാണ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താണ്? എല്ലാണ് അല്ലേ? അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ചോദിക്കുന്നു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എൽ ബൈ ടി ആണ്. ഈക്വൽ ടു Lt⁻−1 ആണ്. സിമ്പിൾ. കഴിഞ്ഞു. ആക്സിലറേഷന്റെ ഡയമെൻഷൻ ചോദിക്കും ചിലപ്പോ. ആക്സിലറേഷൻ
കുഞ്ഞുങ്ങളെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തുവാ? വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? ഓൾറെഡി നമുക്കറിയാം L(t)-1 ആണ്. L(t)-1 ആണ് ഡിവൈഡഡ് ബൈ t. അപ്പൊ ഓൾറെഡി മേലെ ഒരു t(-1) ഉണ്ട്. കീഴെയുള്ള t നമ്മൾ മേലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ t(-1)ന്റെ കൂടെ ഒരു t(-1) കൂടെ ആകുന്നു. സോ രണ്ടുപേരും കൂടെ ചേർന്ന് എന്താവുന്നു? t(-2) ആവുന്നു. t(-2) സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പൊ ഡയമെൻഷൻസ് ഒന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, എന്താണ് സ്പീഡ് എന്താണൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഫോർമുലാസ് ഒക്കെ അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ. ബാക്കി നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ ചോദിച്ചോളാം. ഫോഴ്സ് എന്ന് പറയുന്നത് m(a) ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ആക്സിലറേഷൻ്റെ L(t)-2 ആണ്. കഴിഞ്ഞു. വർക്ക് ചോദിക്കും. വർക്ക് കാണാതെ പഠിക്കണോ? വേണ്ട. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ് എന്നോ എക്സ് എന്നോ ഒക്കെ എടുക്കാം. നിങ്ങൾ എടുക്കുന്നത് തന്നെയാണ് കാര്യം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തുവാ? m L(t)-2 ഇൻറ്റു ഇവിടെ എന്താ? നോട്ട് മതി. വേറെ കാര്യങ്ങളുണ്ട്, നമുക്ക് തുടർന്ന് പഠിക്കാം. എസ് എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്തുവാ? L x(a) ഇൻറ്റു x(b) എന്ന് പറഞ്ഞാൽ x(a+b) ഉണ്ടോ? ഒരേ ആൾക്കാരുടെ പവർ മാത്രം വ്യത്യാസം ഉണ്ടെങ്കിൽ ഗുണിക്കാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? പവറുള്ള തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ നോക്കി L(1) ഉണ്ട്. എയുടെ സ്ഥാനത്ത് 1 ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് 1 ഉണ്ട്. സോ 1 ഉം 1 തമ്മിൽ കൂട്ടി 2 എന്ന് എഴുതുക. ഈക്വൽ ടു പോട്ടെ മാച്ച് കളയാം. എന്തുവാ വരുന്നത്? വർക്കിന് എന്തുവാ വരുന്നത്? ഈക്വൽ ടു m L(2t)-2. അത്രയേ ഉള്ളൂ. എന്ത് വർക്കായി? വർക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് സിലബസ് വളരെയധികം റെഡ്യൂസ് ചെയ്താണ് തരുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യന്റെ റേഞ്ചിനെ നമ്മൾ തീരെ ചുരുക്കി കാണേണ്ട കാര്യം ഇല്ല. സോ അത്യാവശ്യം റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് അറിയാവുന്ന സിമ്പിൾ ഇക്വേഷൻസിൽ നിന്നൊക്കെ അറിയാത്ത ഏതെങ്കിലും ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടെത്താൻ ചോദിക്കും. ഉദാഹരണത്തിന് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? അപ്പൊ നിങ്ങൾ ഞെട്ടി, സാറേ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കും ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ്. രണ്ട് മാസുകൾ ഉണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്താണ്? G(m1)m2/r². ഇവിടെ G എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമുക്ക് അവന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? ഈ r² ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, f(r²). m1 m2 കീഴെ കൊണ്ടുപോവാ, ഡിവൈഡഡ് ബൈ m1 × m2 ഈക്വൽ ടു G. നോക്കിയ കുഞ്ഞുങ്ങളെ, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സമത്തിൽ ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ആയിക്കോട്ടെ, മേലെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, കീഴെ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ ആണ്. ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആണ്. സോ ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു r². r എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്, അതൊരു ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു മാസ്. ഡയമെൻഷൻസ് കൊടുത്ത് നോക്കി. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F = ma. അമ്മ എന്ന് ഓർത്താൽ മതി. അപ്പൊ ma എന്ന് പെട്ടെന്ന് കിട്ടും. അമ്മ ma. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്തുവാ? ആക്സിലറേഷൻ L(t)-2 ഇൻറ്റു r², റേഡിയസിന്റെ സ്ക്വയർ. റേഡിയസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ L-ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ m × m. മാസ് ഇൻറ്റു മാസ് m × m². ഇപ്പോഴും എഴുതണ്ട, m × m ഇവിടെ കിടക്കട്ടെ. മേലെ കിടക്കുന്ന മാസം കീഴെ കിടക്കുന്ന മാസം കൂടെ വെട്ടി തള്ളും. എന്തുണ്ട്? മേലെ L ഉണ്ട്, t(-2) ഉണ്ട്, ഒരു L ഉണ്ട്. നേരത്തെ പറഞ്ഞു
x raised to a, x raised to b, x raised to a into b, x raised to a into x raised to b എന്തുവാ x raised to a plus b. So l raised to 1 into l raised to 2 എന്താ l raised to 1 plus 2 അപ്പോൾ l raised to 3 equal to ഇതിനെ എങ്ങനെ എഴുതാം l raised to 3. then ഇവിടെ ആരുണ്ട് t raised to minus 2 കീഴിലുള്ള m നെ മേലേക്ക് കൊണ്ടുവന്നു പവർ മാറ്റി മൈനസ് അടിക്കുന്നു l raised to minus 1. സോ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം m നെ മുന്നിൽ എഴുതിക്കും m raised to minus 1 l raised to 3 e raised to minus 2. കഴിഞ്ഞു ചിലപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ചോദിച്ചു. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്? പേടിക്കണ്ട, എളുപ്പമുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂൾ സെക്കൻഡ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂൾ സെക്കൻഡ് ആണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ജൂൾ സെക്കൻഡ് ആണ്. ജൂൾ എന്ന് പറയുന്നത് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഈസ് ടോൾഡ് എനർജി. വർക്കാണ് എനർജി. സോ എനർജി ഇൻറ്റു ടൈം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈം. ടി ഫോഴ്സ് എന്തുവാ? എം എൽ e raised to minus 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്തുവാ? എൽ. ടൈം എന്തുവാ? ടി. മൾട്ടിപ്ലൈ ചെയ്ത് എം അതേപോലെ ഉണ്ട്, എല്ലുണ്ട്. സോ എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ. ടി റൈസ് ടു മൈനസ് 2 ഉണ്ട്, ടി റൈസ് ടു 1 ഉണ്ട്. -2 + 1 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. രണ്ടിൽ നിന്ന് 1 കുറച്ചാൽ 1, വലുതിന്റെ ചിഹ്നം കുറയ്ക്കും മൈനസ്. അപ്പോൾ ടി റൈസ് ടു -1 ഇതുള്ളൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. സിമ്പിൾ. ഇതുപോലെ ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ്. അതിൽ 3 ആപ്ലിക്കേഷനാണ് വരുന്നത്. ഒന്ന്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. കിട്ടിയ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാം. 2, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഇൻടു അനദർ. ഒരു സിസ്റ്റത്തിനെ വേറെ സിസ്റ്റത്തിലേക്ക് മാറ്റുക. 3, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കിടയിലെ റിലേഷൻ തരും. അവിടെ നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തുക. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. നമുക്ക് ഒന്നാമത് നോക്കാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. Check the correctness of an equation. Check the correctness of equation. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഒരു ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇത് എ ബി സി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ? പറയാം. എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ടേം ഉണ്ടോ? ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ഇതാണ് റൂൾ. ഈ റൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് അല്ല. നമുക്ക് ചെക്ക് ചെയ്യാം. v is equal to u plus at square. ഇതാണ് ഒരു ഇക്വേഷൻ. ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. നോക്കുക കുഞ്ഞുങ്ങളെ, ബി ഒരു ടൈമാണ്, സംശയമില്ലല്ലോ? സംശയമില്ല, ബി ഒരു ടൈമാണ്. യു പ്ലസിന്റെ ഒരു വശത്തുള്ളത് ഒരു ടൈമാണ്, യു ഒരു ടൈമാണ്. ദെൻ ഇവിടെ എ ഒരു ടൈം, ടി സ്ക്വയർ ഒരു ടൈമാണെന്ന് കരുതരുത്. എ ടി സ്ക്വയർ മൊത്തത്തിൽ ഒരൊറ്റ സിംഗിൾ ടൈമാണ്. എ ടി സ്ക്വയർ ഒരു സിംഗിൾ ടൈമാണ്. സോ നമുക്ക് കിട്ടേണ്ടത് ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടണം. ഡയമെൻഷൻ ഓഫ് ബി എന്നാണ് ഞാൻ ഈ കോഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷയിൽ നിങ്ങൾ ഡയമെൻഷൻ ഓഫ് ബി എന്ന് തന്നെ എഴുതുക. ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. നോക്കാം. ഡയമെൻഷൻ വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം, ടി റൈസ് ടു -1. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ആയിക്കോട്ടെ. യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്, എൽ ടി റൈസ് ടു -1. നോ ഇഷ്യൂ. അപ്പൊ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തത് കൂടെ ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ. നോക്കാം. എ ടി സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ
ഈക്വൽ ടു ആക്സിലറേഷൻ ഡയമെൻഷൻ എന്തുവാണ് LT⁻⁻2 ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ടി സ്ക്വയർ കണ്ടോ T⁻⁻2 ഇൻറ്റു T⁻+2 -2 + 2 ക്യാൻസൽ ആയി പോയി ഈക്വൽ ടു വെറും L. അപ്പൊ ഡയമെൻഷൻ ഓഫ് എന്താ മനസ്സിലായി ഡയമെൻഷൻ ഓഫ് V ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് U but it is not equal to dimension of a t square. So the equation is dimensionally incorrect. ആയിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിൽ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് കിട്ടും. ഇനി ഇതിനകത്തുള്ള കുറച്ച് അഡ്വാൻസ് ഒരു ഇച്ചിരി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വരുവാണ് a(t³ + b(t² + c(t) + a(t³ + b(t² + c(t/e + t) ആയിക്കോട്ടെ. a(t³ + b(t² + c(t/e + t) equal to x. ഇതിനകത്ത് എ ബി സി എന്നിവരുടെയൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ രൂപം. നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്, ഓൾറെഡി ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് പറയുന്നത്. ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ക്വസ്റ്റ്യനകത്തിന് കാണും ഡിസ്റ്റൻസ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് a(t³ ഈക്വൽ ടു എന്താണ് ഡയമെൻഷൻ ഓഫ് എക്സ് ആയിക്കോട്ടെ. a(t³ ഈക്വൽ ടു എക്സ് ലെങ്ത് അല്ലേ L. ഈ ഇപ്പുറം വരട്ടെ T⁻3 താഴെ വരുമ്പോൾ ഡിവിഷൻ വരും. a ഈക്വൽ ടു L/t³ മേലെ പോട്ടെ L(t⁻3) എയുടെ ഡയമെൻഷൻ ആയി. ബിയുടെ ഡയമെൻഷൻ കണ്ടെത്തണം. ഇതുപോലെ സെയിം b(t²ന്റെ ഡയമെൻഷൻ ഈക്വൽ ടു എക്സിന്റെ ഡയമെൻഷൻ ഉണ്ടോ. ഓരോ ടൈമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. സോ b × t², ക്യാപിറ്റൽ ലെറ്റർ t² ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ L. എക്സ് ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L. എന്ത് ചെയ്യും? ഇപ്പുറം പോവും. ഡയമെൻഷൻ ഓഫ് b ഈക്വൽ ടു L/t² ഈക്വൽ ടു LT⁻². ഡയമെൻഷൻ ഓഫ് b ഈസ് ഈക്വൽ ടു LT⁻². അതും കിട്ടി, ഡയമെൻഷൻ ഓഫ് b കിട്ടി. അടുത്ത പാർട്ട് ശ്രദ്ധിക്കുക. c(t/e + t) എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് E+t എന്ന് പറയുന്നുണ്ടോ. E+t ഇങ്ങനെ രണ്ട് ടേമുകൾ വന്നാൽ, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇങ്ങനെ രണ്ട് ടേമുകൾ വന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇയുടെ ഡയമെൻഷനും ടിയുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. പ്ലസ് ചിഹ്നത്തിന്റെ ഇരുവശമുള്ള ടേമുകളുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പോൾ ഇയുടെ ഡയമെൻഷനും ടിയുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് E ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ T. ബിക്കോസ് എന്താണ് ടൈം T. ടിയുടെ ഡയമെൻഷൻ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ T. സോ ഇയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ് ക്യാപിറ്റൽ ലെറ്റർ T ആയിക്കോട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മേലെ ചെയ്യാലോ. നോക്കിയ കുഞ്ഞുങ്ങളെ, സോ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് CT/E + T ആയിക്കോട്ടെ. ഓരോരുത്തരുടെ വാല്യൂ കൊടുത്തേ കുഞ്ഞുങ്ങളെ. ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ L ഈസ് ഈക്വൽ ടു സിയുടെ വാല്യൂ അറിയില്ല, C × T ടൈം. ഡയമെൻഷൻ എന്തുവാ ക്യാപിറ്റൽ ലെറ്റർ T ഡിവൈഡഡ് ബൈ E + T. ഇയുടെ വാല്യൂ എന്താണ്? ഇയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ T പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ T ഈക്വൽ ടു. ഇവിടെ അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ്. ഇവിടെ ഒരു ടെസ്റ്റ് പഠിച്ചു, ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇവിടെ അടുത്ത പ്രധാനപ്പെട്ട ടെസ്റ്റ് നിങ്ങൾ കാത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ. L ഈസ് ഈക്വൽ ടു C അതുപോലെ എഴുതി, T അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ T + T എന്ന് പറയുന്നത് 2T അല്ല T ആണ്. T + T എന്ന് പറയുന്നത് 2T അല്ല T ആണ്. സാറേ അല്ല ഞാൻ സാറേ പറഞ്ഞുതരാം.
യൂണിറ്റിൽ എങ്ങനെയാ കുഞ്ഞുങ്ങളെ? 2 മീറ്റർ പ്ലസ് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 3 കൂടെ കൂട്ടി 5 മീറ്ററും കൂടെ കൂട്ടി 5 ഇൻറ്റു 2 മീറ്റർ എന്ന് ആരെങ്കിലും എഴുതും? ഇല്ല. നമ്പർ മാത്രമേ നമ്മൾ കൂട്ടാറുള്ളൂ. 2 + 2 എന്താണ്? 5. പക്ഷെ m + m എന്താണ്? m തന്നെ. അതിന് അതുപോലെ എഴുതും. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മാറും. നോക്കി, 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? 2 × 2 4. എന്നിട്ട് ചുമ്മാ m കിട്ടുമോ? ഇല്ല. അതിനെയും കുടിക്കും. m × m m². അല്ലേ? സോ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ യൂണിറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ യൂണിറ്റുകളെ കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഡയമെൻഷൻസിനെ തമ്മിൽ കൂട്ടാൻ പറ്റത്തില്ല. t + t എന്ന് പറയുന്ന 2t അല്ല, t ആണ്. ദാറ്റ് മീൻസ് t × ക്യാൻസൽ ആയിപ്പോയി. ഡയമെൻഷൻ ഓഫ് c ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? l എന്ന്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഡയമെൻഷണൽ അനാലിസിസും ഡയമെൻഷൻ അനാലിസിസിന്റെ ആദ്യത്തെ ടോപ്പിക്കായി ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. സോ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. കൺവെർട്ട് വൺ സിസ്റ്റം ഇൻറ്റു അനദർ. ഒരു സിസ്റ്റത്തിനെ വേറൊരു സിസ്റ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഉദാഹരണത്തിന് കൺവെർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. 1 ന്യൂട്ടൺ എന്നതിനെ ഡൈനിലേക്ക് കൺവെർട്ട് ചെയ്യാം. ഡൈൻ എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? ഡൈൻ. എന്താ CGS യൂണിറ്റ്? സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ പ്രധാനമായിട്ടും 4 എണ്ണമാണ് ഉള്ളത്. 4 ഉള്ളത്. ഒന്ന് ഏതാ? CGS സിസ്റ്റം. മെട്രിക് സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന CGS അറിയപ്പെടും. ദെൻ MKS എന്ന് പറയുന്ന സിസ്റ്റം, അതേ മെട്രിക് സിസ്റ്റം എന്ന് അറിയപ്പെടും. ദെൻ വരുന്നത് FPS സിസ്റ്റം. ദെൻ വരുന്നത് നമ്മുടെ SI സിസ്റ്റം. MKSന്റെ മോഡിഫൈഡ് ഫോമാണ് SI സിസ്റ്റം. ആയിക്കോട്ടെ. CGS സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ലെങ്ത് അളക്കാൻ സെന്റിമീറ്റർ ഉപയോഗിക്കുന്നു, മാസ് അളക്കാൻ ഗ്രാം ഉപയോഗിക്കുന്നു, ടൈം അളക്കാൻ സെക്കൻഡ് ഉപയോഗിക്കുന്നു. അതാണ് CGS, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKS വരുമ്പോൾ എങ്ങനെയാണ്? ലെങ്ത് അളക്കാൻ മീറ്റർ ഉപയോഗിക്കുന്നു, മാസ് അളക്കാൻ കിലോഗ്രാം ഉപയോഗിക്കുന്നു. അതാണ് MKS, ടൈം അളക്കാൻ സെക്കൻഡ് തന്നെ ഉപയോഗിക്കുന്നു. FPS എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത് അളക്കാൻ ഫൂട്ട് ഉപയോഗിക്കുന്നു, മാസ് അളക്കാൻ പൗണ്ട് ഉപയോഗിക്കുന്നു, ടൈം അളക്കാൻ സെക്കൻഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? MKSന്റെ മോഡിഫൈഡ് ഫോം. MKSനകത്ത് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉള്ളൂ എങ്കിൽ ഇവിടെ വരുമ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ്. എന്ത്, മാസ്, ടൈം എന്നിവയ്ക്ക് പുറമെ ലൂമിനസ് ഇന്റൻസിറ്റി ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും, ഇലക്ട്രിക് കറന്റ് ഉണ്ടാവും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാവും. സോ ആയിക്കോട്ടെ. സോ 1 ന്യൂട്ടനെ ഡൈനിലേക്ക് മാറ്റി. എങ്ങനെ ചെയ്യും? എളുപ്പം. ഏത് ഇക്വേഷൻ കിട്ടിയാലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ എഴുതുക. ഈ N1 സ്മോൾ ലെറ്ററിൽ എഴുതാം. N1 U1 ഈക്വൽ ടു N2 U2. ഇത്ര വരും. N1 U1 ഈക്വൽ ടു N2 U2. ഇപ്പോൾ N എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്പറാണ്, കണ്ടോ? 1. U എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. 1 ന്യൂട്ടൺ ഈക്വൽ ടു N2ന്റെ വാല്യൂ അറിയില്ല. യൂണിറ്റ് എന്താണ്? ഡൈൻ. അതാണ് ഇക്വേഷൻ നമ്പർ 1. എളുപ്പമില്ല. N1 യൂണിറ്റ് N2 U2. ആയിക്കോട്ടെ. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോക്സ്. ഡയമെൻഷൻ എടുക്കുക. 1 ഇൻറ്റു ന്യൂട്ടൺ. ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തുവാ? mLT⁻². mLT⁻². നമ്മൾ ഇതിനെല്ലാം 1 2 3 എടുക്കുന്നു. 1 1 1 1 1 1. ഒന്നാമത്തെ ഭാഗമായതുകൊണ്ട് എല്ലാത്തിനെ 1 1 1 എന്ന് എടുക്കും. ഈക്വൽ ടു മറുവശത്ത് നിന്നാണ് N2 ഇൻറ്റു ഡൈൻ. അത് ഫോഴ്സ് തന്നെയാണല്ലോ. M2 L2 T2 ⁻². ഓക്കെ ആണല്ലോ. ഒരേ ആൾക്കാർ. ഇനി N2 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവരെല്ലെങ്കിൽ താഴെ കൊണ്ടുപോയി 1 ഈക്വൽ ടു M1/M2. ഇവരെല്ലെങ്കിൽ താഴെ കൊണ്ടുവന്നു. സോ M1ന്റെ കീഴ് L2നെ കൊണ്ടുവന്നു ഇൻറ്റു L1ന്റെ കീഴ് L2നെ കൊണ്ടുവന്നു ഇൻറ്റു T1⁻²ന്റെ കീഴ് T2⁻² കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? നമുക്കറിയാം
ഇത് CGS-ലെ സിസ്റ്റമാണ്. സോ എല്ലാത്തിനും CGS-ലേക്ക് കൺവേർട്ട് ചെയ്തിടാം. താഴെയുള്ളതൊക്കെ എന്താണ്? താഴെയുള്ള CGS ആണ് അല്ലേ, മേലുള്ളത് MGS ആണ്. അപ്പോൾ MGS-നെ CGS-ലേക്ക് കൺവേർട്ട് ചെയ്യാം. മേലെയുള്ളത് മാസ് കിലോഗ്രാമിലാണ്, കിലോഗ്രാം. കീഴെയുള്ളത് ഗ്രാം. സോ എന്ത് എഴുതാം? 1. നമുക്ക് എന്തായാലും യൂണിറ്റിൽ തന്നെ ഒന്ന് എഴുതാൻ കുഞ്ഞുങ്ങളെ. യൂണിറ്റ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നിലേക്ക് പോകാം. മേലുള്ളത് കിലോഗ്രാം. 1 കിലോഗ്രാം ഇൻറ്റു മീറ്റർ ഇൻറ്റു സെക്കൻഡ് റൈസ് ടു -2 ആയിക്കോട്ടെ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? M2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക? ഗ്രാം ഇൻറ്റു സെന്റിമീറ്റർ ഇൻറ്റു സെക്കൻഡ് റൈസ് ടു -2. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടൈമിനെ ക്യാൻസൽ ചെയ്യുക, സെക്കൻഡ് ക്യാൻസൽ ചെയ്യുക, ആയിക്കോട്ടെ. പിന്നെ എന്താ ചെയ്യുക? ഈ കിലോഗ്രാമിനെ ഗ്രാമിന്റെ ടൈമിലാക്കിക്കുക. 1 ഇൻറ്റു K. ഇവിടെ K എന്ന് പറഞ്ഞാൽ 1000 ആണ്. നമുക്ക് ഫേസ്ബുക്കിൽ 1K ലൈക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം 1000 ലൈക്ക് കിട്ടിയത്. 1000 K 1000 ആക്കി ചെയ്യും. അതുപോലെ എഴുതിക്കോ. ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ 100 സെന്റിമീറ്റർ ഇൻറ്റു, ഇനി ഇൻറ്റു കൂടാനൊന്നുമില്ല, അറ്റത്തോളം പോയി, ഡിവൈഡഡ് ബൈ T എന്താ ഉള്ളത്? G ഇൻറ്റു സെന്റിമീറ്റർ ഈക്വൽ ടു എന്താണ്? M2 ഈക്വൽ ടു N2 ഈക്വൽ ടു N2 ഈക്വൽ ടു 1 ഇൻറ്റു ഈ വാല്യൂ ഈക്വൽ ടു N2 അല്ലേ കുഞ്ഞുങ്ങളെ? G വെട്ടിപ്പോയി, സെന്റിമീറ്റർ വെട്ടിപ്പോയി. എത്ര പൂജ്യമുണ്ട്? 1 ഇൻറ്റു 1 2 3 4 5 10⁵. അപ്പോൾ എന്തായി? ഈക്വൽ ടു N2 ഈക്വൽ ടു 1 ഇൻറ്റു 10⁵ എന്ന് കിട്ടി, ഓർ 10⁵. N2 ഈക്വൽ ടു 10⁵. N2 ഈക്വൽ ടു 10⁵. ഇതിനടുത്ത് ഇക്വേഷൻ റണ്ണിങ് കൊടുത്തേ. Therefore, equation number 1 implies എന്താ വരിക? 1 ന്യൂട്ടൺ ഈക്വൽ ടു N2 ന്റെ വാല്യൂ എന്താ? 10⁵ 9. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ഹോംവർക്ക്, 1 ജൂളിന് 1 ഇർഗിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1 ജൂൾ ഇൻറ്റു ഇർഗ്. 1 ജൂൾ ഇൻറ്റു ഇർഗ്. ഇർഗ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വർക്കാണ്. വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? L² T⁻² ആണ്. ഓക്കെ, എങ്ങനെ വന്ന്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ചെയ്യുന്നതുകൊണ്ട് സംശയം കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.